ഡേറ്റ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് പലപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടി വരും. ഡ്യൂ ടു നമ്മുടെ ലിമിറ്റേഷൻസ്, ഹാർഡ്വെയറിലുള്ള റാം മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് മെമ്മറി ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് GB സൈസിൽ വരുന്ന ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്സൊക്കെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് ഒരു NumPy ഫോർമാറ്റിലുള്ള ഒരു അറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സൈസ് ഉള്ള ഒരു അറേ ആവാം. അതിനെ എങ്ങനെ ഒരു ഫയലായിട്ട് സേവ് ചെയ്യാം, എന്നിട്ട് ആ ഫയലിനെ പിന്നീട് എങ്ങനെ ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ എക്സാമ്പിളിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് NumPyയിൽ ബിൽറ്റിനായിട്ട് 2 ഫങ്ഷൻസ് ഉണ്ട്. സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷനും അതുപോലെ ലോഡ് ചെയ്യാനും .NumPy.saveഉം NumPy.loadഉം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തൽക്കാലം ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ NumPy അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. NumPy ലോഡ് ചെയ്തതിന് ശേഷം npRA 542 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് 3 എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു NumPy അറേ, സിമ്പിൾ. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ആക്ച്വൽ യൂസ് കേസിൽ നമ്മൾ വലിയ ലാർജ് ഡയമെൻഷൻസ് വരുന്ന മൾട്ടി ഡയമെൻഷൻസ് വരുന്ന അറേസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. നമ്മുടെ ഡേറ്റ മോഡലിങ്ങിന് മുന്നേ ആയിട്ട് ചിലപ്പം എന്തെങ്കിലും പ്രീ പ്രോസസ്സിങ്, ക്ലീനിങ്, ഫീച്ചർ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വീണ്ടും അവിടുന്ന് ലോഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സിനാരിയോസ് വരുമ്പോഴാണ് ഈ രീതി നമ്മൾ ഫോളോ ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ NumPy അറേ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് NumPy.save, ഇവിടെ ഞാൻ NP എന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ NP എന്ന് വിളിക്കുന്നു. NP.save എന്താണോ എൻ്റെ ഫയൽ നെയിം എനിക്ക് വേണ്ടത് അത് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഏത് അറേയാണോ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ അറേ നെയിം കൊടുക്കുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഫയൽ എക്സ്റ്റൻഷനായിട്ട് ഞാൻ കൊടുത്ത് .npy എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ്. അതാണ് NumPy അറേസ് ഒരു ഹാർഡ് ഡിസ്കിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം നമ്മൾ കൊടുക്കേണ്ട ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹാർഡ് ഡിസ്ക് സ്പേസിൽ ഞാൻ റൈറ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ ഈ രീതിയിൽ ഫയൽ ക്രിയേറ്റ് ആവും. ഡിപ്പെൻഡിങ് അപ്പോൾ അറേയിൽ ഡേറ്റയുടെ സൈസ് അനുസരിച്ച് ഫയലിൻ്റെ സൈസും മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ലാർജ് ഫയൽ ആയിരിക്കും വരിക. ഇനി ഇതുപോലൊരു ഫയൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഒരാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പ്രീവിയസ്ലി സ്റ്റോർ ചെയ്തിട്ടുള്ളൊരു ഫയൽ നമുക്ക് ലോഡ് ചെയ്യണം, തിരിച്ച് എന്തെങ്കിലും ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് NumPy.load ഫംഗ്ഷൻ വിളിക്കാവുന്നതാണ്. NumPy.load ഫംഗ്ഷൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അറേ നെയിം അല്ലെങ്കിൽ നമ്മുടെ ഫയൽ നെയിം അല്ലെങ്കിൽ ആ ഫയലിൻ്റെ കറക്റ്റായിട്ടുള്ള ഫയൽ പാത്ത്, ഫുൾ പാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ ഫയൽ എൻ്റെ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് NumPy.load എൻ്റെ അറേ നെയിം അല്ലെങ്കിൽ ഫയൽ നെയിം കൊടുക്കുന്നു. സോ അതിനെ ഒരു വേരിയബിളിലോട്ട് വീണ്ടും അസൈൻ ചെയ്യുന്നു. ആ അസൈൻ ചെയ്ത വേരിയബിളിനെ എനിക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു കണ്ടൻറ്റ് ആസ് സച്ച് കാണാൻ സാധിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു NumPy അറേ നമുക്കുണ്ട്. അതിനെ നമ്മളൊരു ഫയലാക്കി റൈറ്റ് ചെയ്തു ഹാർഡ് ഡിസ്കിലോട്ട്. തിരിച്ച് ഹാർഡ് ഡിസ്കിൽ നിന്ന് ആ ഫയലിനെ റീഡ് ചെയ്ത് മറ്റൊരു വേരിയബിളിലോട്ട് വേറൊരു NumPy അറേ ആയിട്ട് നമ്മളതിനെ ലോഡ് ചെയ്തെടുക്കുന്നു, അതിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഈ രീതിയിലാണ് ഈ ഒരു എക്സാമ്പിളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ അറേസ്, വലിയ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഫീച്ചർ എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനും വീണ്ടും അവിടുന്ന് ഒരു സ്റ്റേജിൽ നിന്ന് ലാർജ് സെറ്റ് ഓഫ് പൈപ്പ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഡേറ്റ പ്രോസസ്സിങ്. അപ്പോൾ അതിനെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാനൊക്കെ നമുക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ റാം മെമ്മറി എപ്പോഴെങ്കിലും സിസ്റ്റം ക്രാഷ് ആവുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നൊരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി മൾട്ടിപ്പിൾ അറേസ് നമുക്കിതുപോലെ ഒറ്റ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും പോസിബിളാണ്. ഇവിടെ ഫംഗ്ഷൻ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സേവ് Z എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിക്കുന്നത്. അതുപോലെ എക്സ്റ്റൻഷന് NPYക്ക് പകരം NBZ എന്ന് പറഞ്ഞിട്ടുള്ള പേരായിരിക്കും എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ 2 അറേ ക്രിയേറ്റ് ചെയ്തു. അറേ 1 and 2, ഒന്നിൽ 1, 2, 3, അടുത്തതിൽ 4, 5, 6. അതിനുശേഷം NumPy.saves Z എൻ്റെ ഫയൽ നെയിം arrays.npz, ഞാൻ പിന്നെ 2 കീ വാല്യൂസും കൂടെ കൊടുക്കുവാണ്, A1 and A2. A1-ലോട്ട് അറേ 1ഉം A2-ലോട്ട് A2 സൂചിപ്പിക്കുന്ന അറേ 2വിനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്തത്. സോ ദാറ്റ് എനിക്ക് ലോഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ A1ഉം A2ഉം സെപ്പറേറ്റ് ചെയ്ത്
റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡിസ്കിൽ ഫയൽ റൈറ്റ് ആയിട്ടുണ്ടാവും, arrays.npz. ഇനി ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ numpy.load ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. എന്നിട്ട് ആ ഫയലിൻ്റെ ഫുൾ പാത്ത്, പ്രോപ്പറായിട്ടുള്ള ഫയൽ പാത്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ ലോഡ് ചെയ്ത വേരിയബിൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് A1ഉം A2ഉം അല്ലെങ്കിൽ array1ഉം array2ഉം സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ array1ന് കൊടുത്ത കീ വാല്യൂ എന്താണോ അത് ഇൻഡെക്സ് ചെയ്ത് വിളിക്കാം. അതുപോലെ തന്നെ array2ന് കൊടുത്ത കീ വാല്യൂ അതും നമ്മൾ ഈ പറയുന്ന ലോഡഡ് അറേയ്സിൽ ഇൻഡെക്സ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഈ പറയുന്ന 2 അറേയ്സും റീഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ numpy array സേവിങ് ആൻഡ് ലോഡിങ് ഫോർ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോറേജ് നമുക്ക് ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്നത് ഒരു വലിയ ഡേറ്റ പൈപ്പ്ലൈൻ ഉണ്ട്, പ്രീ പ്രോസസ്സിങ് ആൻഡ് സംതിങ്. അപ്പോൾ അത് നമുക്ക് ഫുൾ റൺ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പം ഇൻ ബിറ്റ്വീൻ ചിലപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാർഡ്വെയർ ഇഷ്യൂസ്, പവർ ഇഷ്യൂസ്, റാം മെമ്മറി ഇഷ്യൂസൊക്കെ വന്നിട്ട് ചിലപ്പം നമ്മുടെ സിസ്റ്റം ക്രാഷായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത വർക്ക് നമുക്ക് നഷ്ടപ്പെടും. വീണ്ടും ഒന്നുകൂടെ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇതുപോലെ .save ഫംഗ്ഷൻ വിളിച്ച് സേവ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ആ ഒരു പോയിൻ്റ് തൊട്ടുള്ള റിമൈനിങ് ഡേറ്റ അല്ലെങ്കിൽ റിമൈനിങ് പ്രോസസ്സിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും, ഇടയ്ക്കുള്ള റിസൾട്ട്സ് സേവ് ചെയ്യുന്നത് വഴി.